നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ചെടിയുടെ അടുത്ത് പോയി വിചാരിക്കുക. ഹേയ് മെറ്റാ, വാട്ട് ഐ എം സീയിങ്. with grass and plants growing around it. പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഗ്ലാസ്സുകളാണ് കേട്ടോ. ഒക്കെ ചവിട്ടി കൂട്ടി പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. ഈ സാമാനങ്ങളുടെ ഒന്നും ആവശ്യം നമുക്കില്ല. ഇതിന് പകരം ഞാനൊരു 6 ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. നോക്കിയാൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിസ്സാര ഗ്ലാസ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിയിട്ടാ. നിങ്ങളുടെ കിളി കളയുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പുതിയ ഗ്ലാസ്സിലുള്ളത്. ഈ ഒരു സംഭവത്തിന്റെ പൗച്ച് പോലെ നിങ്ങൾക്ക് തോന്നിയെങ്കിലും ഇതിന്റെ പൗച്ച് അല്ല കേട്ടോ. ഇതൊരു ചാർജിങ് കേസ് ആണ്. കണ്ട, ഇവിടെയാണ് നമ്മൾ സി ടൈപ്പിൽ ചാർജ് ചെയ്യുക. അതേപോലെ തന്നെ ഇത് തുറക്കുന്ന സമയത്തുണ്ട് അവിടെ പച്ച ലൈറ്റ് കത്തണം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിന് പുറമെ പെയറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചും കൂടെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ റെയ്ബാന്റെ മെറ്റ എ വരുന്ന സ്മാർട്ട് ഗ്ലാസ് എന്ന് പറയുന്ന ഐറ്റം കേട്ടോ. ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആദ്യത്തെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നത് ക്യാമറയാണ് കേട്ടോ. ഇവിടെ ഒരു ക്യാമറ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ക്യാമറ വന്നിട്ടുണ്ട്. കുറെ സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഹെഡ്സെറ്റിന്റെ ആവശ്യം നിങ്ങൾക്ക് ഇല്ല. അതേപോലെ തന്നെ ക്യാമറ പിടിച്ചിറക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഏകദേശം 36,000 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു മുതൽ വാങ്ങിച്ചത്. പൈസയുടെ കുഴപ്പമൊന്നുമല്ല കേട്ടോ. ചിലപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ എനിക്ക് 36,000 രൂപ കിട്ടും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രൊഫഷൻ ഇതായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗ്ലാസ് വാങ്ങിച്ചത്. പിന്നെ ഇതൊരു പ്ലെയിൻ ഗ്ലാസ് ആണ്. വെയിൽ കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു സംഭവം ഡാർക്ക് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ എറണാകുളം വരെ നമ്മൾ പോയിട്ട് ഈ ഒരു സംഭവം തപ്പാൻ വേണ്ടിയിട്ട് അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഇതിന്റെ കുറഞ്ഞ മോഡലുണ്ട്. അതായത് 27,000 രൂപ മോഡലുണ്ട്, 29,000 രൂപ മോഡലുണ്ട്. പക്ഷെ നമുക്ക് ഈ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റാണ് വേണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എറണാകുളത്ത് പോയിട്ട് തൃശ്ശൂരിൽ നിന്ന് പോയിട്ട് ഈ ഒരു സാധനം വാങ്ങിച്ചത്. ഇവിടെയാണ് ഇതിന്റെ ചാർജ് കയറുന്ന ഒരു പോർട്ട് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഇതിനുള്ളിൽ ഇറക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് കയറിക്കോളൂ കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം ചാർജ് കയറാൻ വേണ്ടിയിട്ടുള്ള 2 പിന്നോളും കൂടെ ഈ ഒരു പൗച്ചിൽ ശരിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ഫംഗ്ഷൻസ് എന്ന് ഞാൻ ഒന്ന് കാണിച്ചേ. ഹലോ, എവിടെ? കൊല്ലം. ഇവിടെ എത്തി കല്യാണ എടാ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. എവിടെ ഇപ്പൊ താമസിക്കണേ? കോളേജിൽ തന്നെയല്ലേ? അവള് വേറെ കല്യാണം ചേച്ചി. അപ്പൊ നീ എന്തിനു നാടോട്ട് വന്ന് കൂടിയല്ലേ? റെസ്റ്റ് ഒന്നില്ലേ? ഇത്ര നിറച്ച് പിള്ളേരാലോ. ശരിടാ. ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഒരു മുഴുവൻ വീഡിയോ ഞാൻ ഈ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ റെക്കോർഡ് ചെയ്തത്. മൈക്കോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഏകദേശം 6ഓളം മൈക്കോൾ ഈ ഒരു ഗ്ലാസ്സിൽ ശരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആലോചിക്കായിരുന്നു ഈ ഗ്ലാസിന്റെ ഉള്ളിൽ മൈക്ക്, അതേപോലെ തന്നെ സ്പീക്കർ, പാട്ട് കേൾക്കണമെങ്കിൽ പാട്ട് കേൾക്കാം, കോൾ എടുക്കണമെങ്കിൽ കോൾ എടുക്കാം. ഇതൊക്കെ എങ്ങനെയാണ് ഇത്രയും ഈ ഒരു തിന്നായിട്ടുള്ള സംഭവത്തിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണെന്ന് കേട്ടോ. അതേപോലെ തന്നെ 5 മണിക്കൂർ ഇതിന്റെ റെക്കോർഡിംഗ് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 16 സെക്കൻഡ്, 30 സെക്കൻഡ്, അതേപോലെ 1 മിനിറ്റ്, പിന്നെ 3 മിനിറ്റ് വരെയുള്ള വീഡിയോസ് ഒക്കെ ഇതിൽ റെക്കോർഡ് ചെയ്യാം. 3 മിനിറ്റിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ചാർജ് ഇറങ്ങി പോകുന്നത് ശരിക്കും ഇതിന്റെ ബാറ്ററിയിൽ കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാലും ഒരു 5-6 മണിക്കൂർ ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാം. അതിന് പുറമെ ഞാൻ വേറൊരു സംഭവം കൂടെ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്ലാസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് സ്വിച്ചസ് കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി പ്രവർത്തിക്കുന്നത് നമ്മൾ പറയില്ലേ, ആ പറയണതിനനുസരിച്ചിട്ടാണ്. നമ്മൾ ഹേ സിറി എന്നൊക്കെ വിളിക്കുന്ന പോലെ ഹേ മെറ്റാന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ ആൻസറും കാര്യങ്ങളൊക്കെ ഇത് ചെയ്തു തരും. അതേപോലെ